സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയ മുസ്ലിം വിദ്വേഷ പ്രസ്താവനകൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഡിസംബർ 8 വിശ്വ ഹിന്ദു പരിഷത്ത് പരിപാടിയിൽ പങ്കെടുത്ത് ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കൈമാറാൻ അലഹബാദ് ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗത്തിന്റെ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തേടിയിട്ടുണ്ടെന്നും സുപ്രീം കോടതി ചൊവ്വാഴ്ച വ്യക്തമാക്കി. ജഡ്ജിക്കെതിരെ നിയമമേഖലയിൽ നിന്നടക്കം വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആവശ്യപ്പെട്ട് ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. ജഡ്ജിക്കെതിരെയായ ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നതിന് നാഷണൽ കോൺഫറൻസ് MP ആഗ സയ്യിദ് റാഹുല്ല മെഹദി ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി. നോട്ടീസിൽ AIMMLP അസദുദ്ദീൻ ഒവൈസി, ഭാരത ആദിവാസി പാർട്ടി അംഗം രാജ്കുമാർ, സമാജ്വാദ് പാർട്ടി MP ആയ മെഹബുല്ല നഖ്വി, സിയാഉർ റഹ്മാൻ ബർക്കെ എന്നിവരുൾപ്പെടെ 7 MPമാർ ഒപ്പിട്ടു. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റിന് പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകുമെന്നും കപിൽ സിബലും വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെ: ഈ രാജ്യം ഹിന്ദുസ്ഥാനാണെന്ന് പറയാൻ തനിക്കൊരു ശങ്കയുമില്ല. ഇവിടെ ജീവിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ ഇംഗത്തിനനുസരിച്ചാണ് ഈ രാജ്യം ചലിക്കുക. ഇതാണ് നിയമം. ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലനിൽക്കല്ല താൻ സംസാരിക്കുന്നത്, മറിച്ച് ഭൂരിപക്ഷർക്ക് അനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിലെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി SK യാദവിനെതിരെ മുസ്ലിം ലീഗ് MPമാർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജഡ്ജി നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ലൈബ്രറി ഹാളിലെയാണ് വിദ്വേഷ പ്രസംഗം നടത്തിയതെന്ന് ഗൗരവമാണെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു.